നമസ്കാരം. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ പരസ്യ പ്രസ്താവനകൾ അരുതെന്ന് മുൻമന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജുവിനോട് CPM നിർദ്ദേശം നൽകി. ഗണേഷിന്റെ ഇടപെടലുകളിൽ ആന്റണി രാജുവിനുണ്ടായ വേദന തിരിച്ചറിയുന്നുണ്ടെന്നും CPM അറിയിച്ചു. ഈ സാഹചര്യത്തിൽ വിവാദങ്ങളിൽ തൽക്കാലം ആന്റണി രാജു പ്രതികരിക്കില്ല. ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് ലാഭകരമല്ലെന്ന് പ്രഖ്യാപിച്ചും മുൻമന്ത്രി ആന്റണി രാജുവിനെതിരെ ചില പ്രസ്താവനകൾ നടത്തിയും മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ചില പ്രസ്താവനകളും ചില വാദങ്ങളുമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ആന്റണി രാജുവിൻ്റെ നിലപാടുകൾ കൂടി കേട്ട ശേഷമാണ് ഇലക്ട്രിക് ബസ്സിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇലക്ട്രിക് ബസ് വിവാദം മുറുകുമ്പോഴും KSRTCയിലെ പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന ഉറപ്പിലാണ് കെ.ബി. ഗണേഷ് കുമാർ. കോർപ്പറേഷനെ ലാഭത്തിലാക്കി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നതിനാണ് മുൻഗണന എന്ന നിലപാടിലാണ് അദ്ദേഹം. എന്നാൽ ഇലക്ട്രിക് ബസ് വേണമെന്ന നിലപാടിലാണ് CPM. അത് പാർട്ടി നേരിട്ട് പറയുകയും ചെയ്തു. അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും. ആന്റണി രാജു തന്നെയായിരിക്കും ഈ വിഷയം ഉയർത്തുക. അതിനുശേഷം മുന്നണി പൊതു തീരുമാനമെടുക്കും. ഇവിടെ മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടി മനസ്സറിഞ്ഞാണ് CPM ഇലക്ട്രിക്കൽ ബസ് വിഷയത്തിൽ നിലപാട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 രൂപ ബസ്സിൽ ഇടതുമുന്നണി ഉറച്ചു നിൽക്കുമെന്നും സൂചനയുണ്ട്. തിരുവനന്തപുരത്ത് സിറ്റി സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ VK പ്രശാന്ത് MLA ആണ് CPMൽ നിന്ന് ആദ്യം രംഗത്ത് വന്നത്. ഇലക്ട്രിക് ബസ് സർവീസ് സർക്കാരിൻ്റെ നയതീരുമാനമാണെന്നും KSRTCക്ക് അതിൽ ബാധ്യതയില്ല എന്നുമായിരുന്നു പ്രശാന്തിൻ്റെ പ്രതികരണം. ഇടത് യോഗത്തിൽ ഇതുതന്നെയായിരിക്കും CPMൻ്റെ നിലപാട് എന്നാണ് സൂചന. ഇലക്ട്രിക് ബസ് സർവീസിനെ ആശ്രയിക്കുന്ന നിരവധി ജനങ്ങളുണ്ട്. അവ നിലനിർത്താനുള്ള നടപടിയാണ് വേണ്ടത്. നഗരമലിനീകരണം കുറയ്ക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ ഒഴിവാക്കുക എന്നത് ഇടതുമുന്നണിയുടെ നയമല്ലെന്നും VK പ്രശാന്ത് MLA പറഞ്ഞിരുന്നു. പ്രശാന്തിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രിക്കെതിരെ രംഗത്ത് വന്നു. ജനത്തിന് ആശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നായിരുന്നു ഗോവിന്ദൻ്റെ മറുപടി. മന്ത്രി മാത്രമല്ലല്ലോ മന്ത്രിസഭയല്ലേ കാര്യം നടത്തുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയോട് അനുമതി വാങ്ങിയാണ് ഈ നിലപാട് CPM സെക്രട്ടറി പ്രഖ്യാപിച്ചത് എന്നും സൂചനയുണ്ട്. അതേസമയം ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് KSRTC മാനേജിംഗ് ഡയറക്ടറോട് മന്ത്രി വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഓരോ ബസ്സിൻ്റെയും വരുമാനം, റൂട്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ഓർഡിനറി സർവീസ് നടത്തിയിരുന്ന ഡീസൽ ബസ്സുകൾ പിൻവലിച്ചാണ് ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിൽ ഇറക്കിയത്. ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ വിലയ്ക്ക് കൂടുതൽ ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നായിരുന്നു മന്ത്രിയുടെ വാദം. ഇവയാകട്ടെ KSRTC സ്വിഫ്റ്റിന് വേണ്ടിയാണ് സർവീസ് നടത്തുന്നത്. വൻതുകയ്ക്ക് വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ ഓടിക്കുന്നത് കോർപ്പറേഷന് വൻ ബാധ്യതയാണെന്ന യാഥാർത്ഥ്യമാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത്.